എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൂക്കളെ കുറിച്ച് പഠിക്കാം. പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ? 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്, ഫ്ലവർ ടു ഫ്ലവർ. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് പൂക്കൾ കാണാം. പല രീതിയിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻ വാട്ട് ഓൾ റെസ്പെക്ട് ആർ ദി ഡിഫറെന്റ്? ഏതെല്ലാം രീതിയിലാണ് ഓരോ പൂക്കളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് കൂട്ടുകാർക്കറിയോ? ഓരോ പൂക്കളും ഓരോ നിറത്തിലുള്ളതാണ് അല്ലേ? അത് മാത്രമല്ല, പല ആകൃതിയിലുള്ളതാണ്. ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ഗന്ധമാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും പൂക്കൾ വ്യത്യസ്തമാണ്. ശരിക്കും ഈ സസ്യങ്ങൾക്ക് എന്തിനാണ് പൂക്കൾ? പൂക്കളെ കൊണ്ട് ചെടികൾക്കുള്ള പ്രയോജനം എന്താണ്? ഒന്നാമത്തെ പ്രയോജനം എന്താണെന്നറിയോ? പൂമ്പാറ്റകളെയും പ്രാണികളെയും വണ്ടുകളെയും ഒക്കെ ആകർഷിക്കാൻ. എങ്ങനെയാണ് അത് ആകർഷിക്കപ്പെടുന്നത്? അതിൻ്റെ ഗന്ധം കൊണ്ട്, അതിൻ്റെ നിറം കൊണ്ട്. അത് മാത്രമല്ല, അത് വന്നിരുന്നാൽ അതിന് തേൻ കിട്ടും അല്ലേ? തേൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂമ്പാറ്റകളും വണ്ടുകളും പ്രാണികളും ഒക്കെ പൂക്കളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചെടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഈ പൂക്കൾ ഇത്തരം ജീവികൾക്ക് ഫുഡ് കൊടുക്കുന്നു, അതായത് തേൻ കൊടുക്കുന്നു. അതൊന്നാമത്തെ കാര്യം. ഇത്തരം ജീവികൾ തേൻ കുടിക്കുന്നത് വഴി അത് പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. പൂക്കൾ ഒരു ചെടിയുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്താൻ സഹായിക്കുന്ന സസ്യങ്ങളിൽ കാണുന്ന ഒരു ഭാഗമാണ് പൂക്കൾ. രണ്ടാമത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ എന്ന് പറയുന്നതും റീപ്രൊഡക്ഷനാണ്. അതായത് ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. അതായത് ഒരു ചെടിയിൽ നിന്ന് വിത്തുണ്ടായി അതിൽ നിന്ന് ചെറിയ തൈകൾ മുളച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ പൂക്കൾ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പാർട്ടാണ്. നമ്മൾ ഈ പാഠത്തിൽ പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാവും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്ക് ചെമ്പരത്തിപ്പൂ എടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ പേര് ഹിബിസ്കസ് റോസാസൈനൻസിസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷൂ ഫ്ലവർ എന്നും പറയും. എന്തുകൊണ്ടാണ് അതിനെ ഷൂ ഫ്ലവർ എന്ന് പറയുന്നത് അറിയാം? ഒരു കൗതുകമാണ്. ഈ ചെമ്പരത്തിപ്പൂവ് ഉണക്കി പൊടിച്ചിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഇതിനെ ഷൂ ഫ്ലവർ എന്നൊക്കെ പറയുന്നത്. ഈ ചെമ്പരത്തിപ്പൂ തന്നെ എക്സാമ്പിൾ എടുത്ത് പറയാൻ ഒരു കാരണമുണ്ട്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തിപ്പൂ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ചെമ്പരത്തിപ്പൂവിന് ഒരു പൂവിന് വേണ്ട എല്ലാ ഭാഗങ്ങളും അതിലുണ്ട്. കാരണം ചെമ്പരത്തിപ്പൂവിന് നമ്മളൊരു കംപ്ലീറ്റ് ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ട് പഠിക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്ക് 2 രീതിയിൽ ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തേത് വെജിറ്റേറ്റീവ് പാർട്ട് എന്നും രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും വിളിക്കാം. വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ് മാത്രമുള്ള ഭാഗമാണ് വെജിറ്റേറ്റീവ് പാർട്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഭാഗങ്ങൾ. ഓക്കെ, ആദ്യം നമുക്ക് വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഈ ഭാഗം കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് പെഡിസൽ. ഇറ്റ് കണക്ട് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്. ഈ പൂവിനെ ഈ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ തണ്ട് പോലെയുള്ള ഭാഗം, നമ്മൾ തണ്ടെന്ന് പറയും പൂവിൻ്റെ, ഇതാണ് പെഡിസൽ എന്ന് പറയുന്ന ഭാഗം. അടുത്ത ഭാഗം നോക്കൂ, ഇതാണ് തലാമസ്. തലാമസിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൂവിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കുമുള്ള ഒരു ഇരിപ്പിടം ഒരുക്കുക എന്നുള്ളതാണ്. ഒരു ബേസ് ആണ് തലാമസ്. ഇറ്റ് ഹോൾഡ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ. അടുത്ത ഭാഗമാണ് എപ്പികാലിക്സ്. ഇത് കണ്ടോ? ഈ ചെറിയ ചെറിയ പച്ച കളറിൽ കാണുന്ന ഈ ഭാഗമാണ് എപ്പികാലിക്സ്. അടുത്ത ഭാഗം കാലിക്സ് അല്ലെങ്കിൽ വിതളം എന്ന് പറയും. ഇത് കണ്ടോ? ഈ പച്ച നിറത്തിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്. ഈ കാലിക്സിൽ ഒരുപാട് സെപ്പൽസ് കൂടി ചേർന്നുണ്ടായതാണ് ഈ കാലിക്സ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ വിതളം എന്ന് പറയുന്ന ഈ ഭാഗം. ഈ കാലിക്സിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്
അത് മൊട്ടായിരിക്കുമ്പോൾ ആ പൂവിനെ സംരക്ഷിച്ച് നിർത്താം. അത് മാത്രമല്ല, പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതളിനെയും അത് സംരക്ഷിച്ച് നിർത്തുന്നു. സോ കാലിക്സ് ആർ ദ ഗ്രീൻ കളേർഡ് പാർട്ട് ഓഫ് എ ഫ്ലവർ beneath the petals to protect rising bud and it holds different parts of a flower. അടുത്ത ഭാഗമാണ് ഒരു പൂവിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം, കൊറോള അല്ലെങ്കിൽ പെറ്റൽസ്. ഇത് കണ്ടോ, ചെമ്പരത്തി പൂവിന് 5 ഇതളുകളുണ്ട് അല്ലെങ്കിൽ പെറ്റൽസ്, ദളങ്ങളുണ്ട്. ഈ ഇതളുകൾക്ക് ഇത്രയും മനോഹരമായ നിറങ്ങളുള്ളത് എന്തിനാണ്? പ്രാണികളെയും പൂമ്പാറ്റകളെയും വണ്ടുകളെയും മറ്റ് കിളികളെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ corolla or petals are the bright colored part of a flower that attract bees, insects and birds. നമ്മളിപ്പോൾ ഒരു പൂവിൻ്റെ 5 ഭാഗങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പെഡിസൽ, തലാമസ്, എപ്പികാലിക്സ്, കാലിക്സ് ആൻഡ് കൊറോള. ഈ 5 ഭാഗങ്ങളാണ് ഒരു പൂവിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്ഷനുമായി ബന്ധമില്ലാത്ത പൂവിൻ്റെ ഭാഗങ്ങളാണ് ഈ 5 ഭാഗങ്ങൾ. ഇനി നമുക്ക് ഒരു പൂവിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫ്ലവറിൻ്റെ ഫണ്ടമെൻ്റൽ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ റീപ്രൊഡക്ഷനാണ് അല്ലേ? അപ്പോൾ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളാണ് ഒരു പൂവിനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ ആൺ ലിംഗാവയവം ഏതാണെന്ന് നോക്കാം. ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം. 2 ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഈ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം ഇസ് ഫോംഡ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെന്റ്. പരാഗിയും തന്തുകവും ചേർന്നാണ് ആൻഡ്രീഷ്യം ഉണ്ടാവുന്നത്. നോക്കൂ, ഇവിടെ പൂമ്പൊടി കാണുന്നില്ലേ? പോളൻ ഗ്രെയിൻസ്. ഈ ഭാഗമാണ് ആന്തർ. ഈ ആന്തറിനെ പൂവിൻ്റെ മറ്റു ഭാഗത്തോട് യോജിപ്പിക്കുന്ന ഒരു ചെറിയ നൂല് പോലെയുള്ള ഈ ഭാഗമാണ് ഫിലമെന്റ്. അതായത് ആന്തർ എന്ന് പറഞ്ഞാൽ പരാഗി, ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ തന്തുകം. നമ്മൾ പറഞ്ഞ ആന്തറും ഫിലമെന്റും കൂടിയുള്ള ഈ ഭാഗത്തെയാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു പൂവിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിലെ 1ാമത്തെ ഭാഗമായിട്ടുള്ള ആൻഡ്രീഷ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2ാമത്തെ പാർട്ടാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം. ഗൈനീഷ്യം ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. അതായത് ഒരു പൂവിൻ്റെ പെൺലിംഗാവയവമാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം. ഗൈനീഷ്യത്തിലെ വിവിധ ഭാഗങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂവിനെ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനലി സെക്ഷൻ ചെയ്യണം, അതായത് നെടുകെയുള്ള ഛേദമെടുക്കണം. നമുക്കൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്ത് നോക്കാം. ഒരു പൂവിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തിൽ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗമാണ് സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം. സ്റ്റിഗ്മ കഴിഞ്ഞ് താഴേക്ക് ഒരു നൂല് പോലെയുള്ള ഭാഗം കാണാം. ഈ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റൈൽ അല്ലെങ്കിൽ ജനിതണ്ട് എന്ന് പറയുന്നത്. 3ാമത്തെ ഭാഗമാണ് ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം. ഓവറിക്കകത്താണ് അണ്ഡം അല്ലെങ്കിൽ ഓവിയൂൾ കാണപ്പെടുന്നത്. അപ്പോൾ ഗൈനീഷ്യത്തിലെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ആൻഡ് ഓവ്യൂൾ. ഒരു പൂവിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ആദ്യം പറഞ്ഞത് പൂക്കളെ കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന്, ഒരു ചെടിക്ക് പൂക്കളെ കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന്. അതിനുശേഷം ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പ്രധാനമായിട്ടും 2 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. വെജിറ്റേറ്റീവ് പാർട്സും ഉണ്ട്, അതുപോലെ റീപ്രൊഡക്റ്റീവ് പാർട്സും ഉണ്ട്. ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞു? ഏതൊക്കെയാണ്? പെഡിസൽ, തലാമസ്, എപ്പികാലിക്സ്, കാലിക്സ് ആൻഡ് കൊറോള. ഇങ്ങനെ 5 ഭാഗങ്ങളാണ് വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അടുത്തത് റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. റീപ്രൊഡക്റ്റീവ് പാർട്സ് പ്രധാനമായിട്ടും 2 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, കേസരപുടവും ജനിപുടവും. ഓക്കെ, ആൻഡ്രീഷ്യം is the male reproductive part of a flower and gynecium is the female reproductive part of a flower.
ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.